ഹലോ, എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് കാര്യമെന്ന് പിടിയിട്ടിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ വിശേഷം നമ്മുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്താണ് വിശേഷം നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അവളുടെ പേര് കിറ്റി എന്നാണ്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അവളുടെ ഡേറ്റ് 25-ാം തീയതി ആയിരുന്നു. പക്ഷെ അന്ന് അവൾ പ്രസവിച്ചില്ല. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ബുധനാഴ്ചയാണ്, അതായത് 28-ാം തീയതി. ഇന്നലെ അതായത് 27-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഇവൾ പ്രസവിച്ചത്. ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. തിങ്കളാഴ്ച ഹസ്ബൻഡ് പൊള്ളാച്ചിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഒരു 10 മണിയൊക്കെയപ്പം ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഡെലിവറി ടൈം ആയിട്ടുണ്ടായിരിക്കാം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഡെലിവറി ടൈം ആകുമ്പോൾ അവർ ഫുഡൊന്നും കഴിക്കത്തില്ല, വല്ലാത്ത അസ്വസ്ഥതയൊക്കെ കാണിക്കും. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ അവൾക്ക് ഡെലിവറി ടൈം ആയി കാണും, അതുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കാത്തൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് 2:30-ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു കിറ്റി പ്രസവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഹസ്ബൻഡ് ജസ്റ്റ് ഹോളിലൊന്ന് വന്ന് കിടന്നു. അപ്പോൾ കിടക്കുന്ന കണ്ടിട്ട് കിറ്റി ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് കൈയിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിനെ. അപ്പം ആദ്യം ഹസ്ബൻഡ് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറുതായിട്ട് ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ടൈമായി കാണുമെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ ചേട്ടൻ ഫ്ലോറിൽ കാർഡ്ബോർഡൊക്കെ ഒന്ന് വിരിച്ച് തുണിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ട് അവൾ അതിലോട്ട് കിടത്തി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ആദ്യത്തെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴാണ് ഇവരെന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു ഇറങ്ങി ഇവിടെ വന്നപ്പം രണ്ടാമത്തതായില്ല. അവളിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ഞെരിപിരി കൊള്ളുന്ന സമയമായിരുന്നു ഞാനിവിടെ വന്നപ്പോഴത്തേക്കും. ശരിക്കും എൻ്റെ ലൈഫിൽ ഇതൊരു ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഞാൻ ഡയറക്റ്റിനെ കണ്ടിട്ടില്ല. ഈ പട്ടിയൊക്കെ പ്രസവിക്കുന്നതൊന്നും ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഈ പൊക്കിൽ കൊടിയൊക്കെ കട്ട് ചെയ്യുന്നതുണ്ടല്ലോ, എങ്ങനെയാണ് അതൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര കൗതുകമായിട്ടാണ് ഞാൻ കിറ്റി പ്രസവിക്കുന്നത് നോക്കി നിന്നത്. അവൾ ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേക്കും അവൾ സ്വന്തമായിട്ട് പല്ലിട്ട് കടിച്ച് പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ അത്ഭുതത്തോടെ അതൊക്കെ നോക്കി നിന്നു. അവൾ തന്നെയാണ് അതിനെ പൊക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്ത് മാറ്റി ഇങ്ങനെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ പ്രസവിച്ച് പുറത്തോട്ട് വന്നപ്പോഴേ അവർ പാല് കുടിക്കാനായിട്ട് ഇവളുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കിറ്റി സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം അവൾ ഈ കഴിഞ്ഞും കുഞ്ഞുങ്ങൾ വരാനുണ്ടല്ലോ. അപ്പോൾ ഡെലിവറി പെയിൻ കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ടവൾ സമ്മതിച്ചില്ല. അവൾ ഫുള്ള് പ്രസവിച്ച് കഴിഞ്ഞ ശേഷമാണ് കുട്ടിക്ക് പാല് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ കിറ്റി പ്രസവിച്ചിരിക്കുന്നു. 5 കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത്. 3 ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. പക്ഷെ അതിൽ ചെറിയൊരു വിഷമകരമായ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കിറ്റീനെ അറിയാമല്ലോ, അവൾ വൈറ്റാണ്, പൊമ്പ്രാനിയൻ വൈറ്റാണ് അവൾ. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്ന കുഞ്ഞുങ്ങളൊന്നും തന്നെ അവളെപ്പോലെയല്ല കേട്ടോ. നമ്മൾ മാറ്റ് ചെയ്യാൻ കൊണ്ടുപോയ ഡോഗിൻ്റെ ആ ഒരു നിറവും കാര്യമൊക്കെയാണ് 5 കുഞ്ഞുങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. ഒരാൾ പോലും കിറ്റീനെ പോലെയില്ല. നമ്മൾ മാറ്റ് ചെയ്യാൻ കൊണ്ടുപോയ ഡോഗ് ഗ്രേയും വൈറ്റും ബ്ലാക്കും കൂടെയൊക്കെ മിക്സ് ആയിട്ടൊരു നിറമായിട്ടുള്ളൊരു പപ്പീനെയാണ് നമ്മൾ മാറ്റ് ചെയ്യിപ്പിച്ചത്. അതിൽ 4 കുഞ്ഞുങ്ങൾ ഈ മിക്സിങ് കളറായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ഒരു കുഞ്ഞ് വന്നിട്ട് പ്യുവർ ബ്ലാക്കാണ് കേട്ടോ, ഫുൾ കറുപ്പാണ്. എന്തായാലും 5 പേരും നല്ല സ്മാർട്ടാണ്, സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കിറ്റീനെയും കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കിറ്റിയും കുഞ്ഞുങ്ങളും. കിറ്റി ഇതാ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇപ്പോൾ വീടിനകത്തോട്ട് ഇപ്പോൾ കയറ്റിയതുള്ളൂ കേട്ടോ. ബോക്സിനകത്ത് നമ്മൾ തുണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വീടിനകത്തോട്ടാക്കി കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലോട്ട് മാറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ വീട്ടിലോട്ടാക്കിയതാണ്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് നല്ല തണുപ്പും കാറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഇരുട്ടാണ്, അവിടെ വെച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ചെറിയൊരു ബോക്സിലാക്കി വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ബോക്സിനകത്ത് ഇവർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 കുഞ്ഞുങ്ങളാണ്. ഒരാളങ്ങ് ബാക്കിൽ കിടപ്പുണ്ട്, കാലിൻ്റെ അടിയിൽ ചൂട് പിടിച്ചിങ്ങനെ കിടക്കുവാണ്.
ഞാൻ പറഞ്ഞില്ലേ ഒരാൾ പ്യുവർ ബ്ലാക്ക് ആണെന്ന്, ഇതാണേ പ്യുവർ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റിയുടെ കുഞ്ഞുങ്ങൾ. കിറ്റി കണ്ടില്ലേ, കിറ്റി നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടോ, നമ്മളിങ്ങനെ ഒരു ബോക്സിലാണ് നമ്മൾ തുണിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തുണീനെ കാറ്റൊതുക്കി മാറ്റിയിട്ട് ആ കാർബോർഡിൽ കിടത്തിയേക്കുവാണ് കേട്ടോ കുട്ടികളെ. ഇതാ ഒരാൾ കണ്ടോ മണ്ടേ കയറി കിടക്കുന്നേ. അപ്പോൾ കിറ്റിയും കുഞ്ഞുങ്ങളെ എല്ലാവരും കണ്ടല്ലോ, നല്ല ക്യൂട്ടാണ്. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ടൈം പാസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാറ്റ് ചെയ്യാൻ കൊണ്ടുപോയെടുത്ത് അവർക്ക് കുഞ്ഞാകുമ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ അവർ കുഞ്ഞിനെ എടുക്കാൻ വരും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ ആർക്കും കൊടുക്കാൻ ഇപ്പോൾ തോന്നുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കാം, സെയിൽ ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നമുക്ക് കൊടുക്കാനേ തോന്നുന്നില്ല. ഇനി അവർ ഒരു മാസമൊക്കെ നമ്മുടെ അടുത്ത് കളിച്ച് ചിരിച്ച് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു അടുപ്പമൊക്കെ അവർക്ക് വരുമ്പോൾ എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ ഈ കിറ്റിയുടെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവർ ഡെലിവറിക്ക് മുന്നേ തുള്ളി ചാടി ഓടി ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരിതായിരുന്നേ. ഈ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആൾ മൊത്തത്തിൽ മാറി. കാരണം അവളുടെ ആ കളിയും ചിരിയൊക്കെ നിന്നിട്ട് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമൊക്കെ വന്ന ആ ഒരു ഫീലാണ് കേട്ടോ. അവൾ ഫുൾ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കെയർ ചെയ്ത് ജസ്റ്റ് അവൾക്ക് അത്യാവശ്യം പോകേണ്ടടുത്ത്, അതായത് അവളുടെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം അവൾ ജസ്റ്റ് പുറത്തോട്ടിറങ്ങും. അവൾ കുട്ടികളുടെ അടുത്ത് നിന്ന് എണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് കിടത്തും. പിന്നെ ഫുഡ് കഴിക്കാൻ വരും, അത്രയേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം അവൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ, അവരെ വിട്ട് മാറുന്നേ ഇല്ല. ഇന്നലെ രാത്രി നമ്മളിവിടെ ഇവർക്ക് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ സേഫായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഹസ്ബൻഡും കുട്ടികളും പുറത്തോട്ടൊന്ന് ഇടയ്ക്ക് പോയപ്പോൾ ഇവരെ അകത്താക്കിയിട്ട് ഇവർ കിടക്കാനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ചെയ്ത് ഇവരെ അകത്താക്കിയിട്ടാണ് ഇവർ പോയത്. കാരണം പുറത്ത് സേഫല്ല, മഴ പെയ്യുവാണെങ്കിൽ പുറത്ത് സേഫല്ല. അതുകൊണ്ട് അകത്താക്കിയിട്ടാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവൾ മാത്രം നിൽക്കുന്നു, കുഞ്ഞുങ്ങളെ കാണാനില്ല. അപ്പോൾ നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഇവൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് തൂക്കി വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇനി നമ്മളെങ്ങനെ എടുത്തുകൊണ്ട് പോയാലോ എന്ന് കരുതി പേടിച്ചിട്ടായിരിക്കാം അവൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ ഈ ഒരു ബോക്സിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പകൽ നമ്മൾ കൂട്ടിൽ ആക്കും, നൈറ്റ് വീട്ടിനകത്താക്കും. ഇനി ഇവർക്ക് പുറത്ത് വലിയൊരു കൂട് സെറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ. കൂട് സെറ്റ് ചെയ്ത ശേഷം ഇവരെ മൊത്തത്തിൽ പുറത്ത് കൂട്ടിലോട്ടാക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ വിശേഷം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കുട്ടികളെയൊക്കെ ആ ഒരു വളർന്നു വരുന്ന സ്റ്റേജൊക്കെ നിങ്ങളെ മാക്സിമം വീഡിയോയിൽ കാണിക്കാൻ നോക്കാം. ശരിക്കും ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് കരുതിയല്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. കാരണം ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിറ്റി പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾ പ്രസവിച്ച കാര്യം കൂടെ നിങ്ങളടുത്ത് ഒന്ന് പറയാമെന്ന് ഞാൻ കരുതി. ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കിറ്റിക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കെയർ കൊടുക്കേണ്ട കറക്റ്റ് എനിക്ക് ഇവരുടെ ആ ഒരു രീതിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തൊക്കെ ചെയ്യണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇവരെങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് കൂടുതൽ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.